നമസ്കാരം മൈ ഡിയർ വൺസ്, നിഷാന്ത് രഘുനാഥ് ഹിയർ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ഇമ്പോർട്ടൻസ് ഗേജ് ചെയ്യുക, ഇറ്റ്സ് ലൈക്ക് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളുടെ ഷെയർ ചെയ്യാനായിട്ടാണ്. നമ്മുടെ ജൂൺ 24 എക്സാംസിൻ്റെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 1.5 വീക്സ് ആയിരുന്നു, 2 വീക്സ് ആയിട്ടുണ്ടാവും. ഒരു 2 വീക്സ് മുമ്പേ ഒരു സംഗതി ഇറക്കി, ഒരു പെർട്ടിക്കുലർ ഐറ്റം ഇറക്കി, ആൻഡ് ദാറ്റ് ഇസ് ആപ്ലിക്കബിൾ ഫോർ അവർ ജൂൺ 24 എക്സാം. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ് ടു നോ, ഞാൻ ഓഫ്ലൈൻ എടുക്കുന്ന ബാച്ചസിലെ ക്ലാസ്സുകൾ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 100% സ്റ്റുഡൻസ് അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം വന്നത്. ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫൈനൽ സ്റ്റുഡൻസിന് അറിയായിരുന്നു, ഇന്റർമീഡിയറ്റിലെ സ്റ്റുഡൻസ് 100% പിള്ളേർക്കും അറിയില്ലായിരുന്നു. അപ്പൊ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാം എഴുതുന്ന എന്നാ ജൂൺ 2024 ആണ് നമ്മുടെ എക്സാം വരുന്നത്. ഈ ജൂൺ 2024 എന്ന് പറയുമ്പോൾ വെൻ യു ടേക്ക് പേപ്പേഴ്സ് ലൈക്ക് ടാക്സ്, GST, ലോ, ഓഡിറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇതെല്ലാം എവ്രി ഇയർ ബിക്കോസ് ഓഫ് ചേഞ്ചസ് ഇൻ ലോ അപ്ഡേറ്റഡ് ആണ്, അല്ലേ? നമ്മുടെ സബ്ജക്ട് അപ്ഡേറ്റഡ് ആവുകയാണ്, സിലബസ് അപ്ഡേറ്റഡ് ആവുകയാണ്. ഇന്നും നമ്മുടെ സ്റ്റുഡൻസ് ടാക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുടെ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റഡി മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മേടിച്ച മെറ്റീരിയൽ നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നവംബറിലോ ഡിസംബറിലൊക്കെ ആയിരിക്കും. അതിലൊന്നും ഈ പറഞ്ഞ അപ്ഡേറ്റ്സ് ഇല്ല, അതൊക്കെ പഴയ തന്നെ കിടക്കണേ, അല്ലേ? നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഈ അപ്ഡേറ്റ്സ് നിങ്ങളുടെ എക്സാമിനുണ്ട്, അത് നിങ്ങൾ എവിടെ നിന്ന് പഠിക്കും? പ്രശ്നമല്ലേ? അത് നിങ്ങൾക്ക് അറിയാനില്ല എവിടെ നിന്ന് പഠിക്കുന്നില്ല. അപ്പോൾ പല യൂട്യൂബേഴ്സ് ഇപ്പം എന്നെ പോലെ പലരും ഉണ്ടാവും, ഇനി വേറെ വല്ല വ്ളോഗേഴ്സ് ഉണ്ടാവും, അവരും എല്ലാവരും ഇടുന്ന വീഡിയോസ് അതൊന്നും കണ്ടിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പം എന്നോട് തന്നെ കുറച്ചധികം ദിവസങ്ങളായിട്ട് സ്റ്റുഡൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സാർ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണ് അറിയുപോലില്ല. സ്റ്റുഡൻസ്, സാർ എന്തൊക്കെ അപ്ഡേറ്റ്സാണ് വന്നേക്കണേ അറിയില്ല, ഞങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്ത് തരാമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേ മീൻസ് എന്ത് പിള്ളേർ ഇത് അറിയാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്തില്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിലീസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പോർട്ടലിൽ കയറുന്ന ഇവിടെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഈ അപ്ഡേറ്റ്സ്, ഈ അപ്ഡേറ്റഡ് ഡേറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് സപ്ലിമെന്ററി മെറ്റീരിയൽ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. യു ഗോ ടു അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റ്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിലേക്ക് പോകാം. icmai.in. ഓക്കെ, അതിൽ സ്റ്റുഡൻസ് എടുക്കുക. ഇതൊക്കെ പോട്ടെ, സ്റ്റുഡൻസ് എടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽ ചെയർമാൻ ഡെസ്ക്, കോഴ്സ് ഫ്ലോ, എലിജിബിലിറ്റി, മെറ്റീരിയൽ എവിടെ? സിലബസിനകത്ത് മെറ്റീരിയൽ, സിലബസ് എടുക്കുക. സിലബസ് എടുത്തു കഴിഞ്ഞാൽ കരിക്കുലം CMA പ്രൊഫൈൽ 24, CMA സിലബസ് 2022 ഫുൾ വേർഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞില്ല, അതായിരുന്നില്ലേ, തെറ്റിപ്പോയോ? CMA സിലബസ് സ്റ്റഡി മെറ്റീരിയൽ, സിലബസ് അല്ല കേട്ടോ, സ്റ്റഡി മെറ്റീരിയൽ, ഇതാ ക്ലിക്കാണ്ട്. CMA സ്റ്റഡി മെറ്റീരിയൽ 2022 ഇവിടെ ക്ലിക്ക് ചെയ്യുക. യെസ്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കിടക്കണുണ്ടോ? ഫൗണ്ടേഷൻ സ്റ്റഡി മെറ്റീരിയൽ, ഇന്റർമീഡിയറ്റ് സ്റ്റഡി മെറ്റീരിയൽ, ഫൈനൽ സ്റ്റഡി മെറ്റീരിയൽ, സപ്ലിമെന്ററി ഫോർ ജൂൺ 2024 ടേം ഓഫ് എക്സാമിനേഷൻസ് സിലബസ് 2022. 2022 സിലബസ് പ്രകാരം ജൂൺ 24 എക്സാമിന് വരുന്ന അപ്ഡേറ്റ്സ്, അമെൻമെന്റ്സ് എന്തൊക്കെയാണുള്ളത് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണും. ഇന്ററിൽ നോക്കുകയാണെങ്കിൽ പേപ്പർ 5, ഐ തിങ്ക് ദാറ്റ്സ് ലോ, ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, ഓഡിറ്റിംഗ്, ഈ പേപ്പേഴ്സിനാണ് വന്നിരിക്കുന്നത്. 3 പേപ്പേഴ്സിനാണ് അപ്ഡേറ്റ് വന്നേക്കുന്നത്, 3 പേപ്പേഴ്സിന്. ഓക്കെ, ഫൈനലിൽ നോക്കുകയാണെങ്കിൽ 13, 15, 19. 13 അത് ലോ തന്നെയാണെന്ന് തോന്നുന്നു, ആൻഡ് ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. ഈ അപ്ഡേറ്റ്സ് ഓരോന്നും നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഡയറക്ട് ടാക്സിൻ്റെ ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും എന്തോരം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. കണ്ടോ, എന്തോരം അപ്ഡേറ്റ്സ് വന്നേക്കുന്നുണ്ട്. മൊത്തം എത്ര ചാപ്റ്റർ ഉണ്ട്? 24 പേജസിലായിട്ടാണ് അപ്ഡേറ്റ്സ് വന്നേക്കുന്നത്. മൊത്തം 24 പേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഞാൻ അത് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ദ തിങ് ഇസ്, ഈ അപ്ഡേറ്റ്സ് പറഞ്ഞു തരാനാണെങ്കിൽ അത് 24 പേജസിനോട് അപ്ഡേറ്റ്സ് പറഞ്ഞു തരാൻ ഇറ്റ് അറ്റ്ലീസ്റ്റ് ടേക്ക് ഒരു 3 to 4 hours. കാരണം അത് കോൺസെപ്ച്വലി പറഞ്ഞത് നിങ്ങളെ കാര്യം മനസ്സിലാക്കി തരണ്ടേ. വെറുതെ ചുമ്മാ ഒന്ന് ഇതിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കൂടെ വായിച്ചു പോയാൽ പോരല്ലോ. 3 to 4 hours എടുക്കുന്നില്ലെങ്കിൽ മനസ്സിലായി. സോ അത് ചെയ്യണമെന്ന് എനിക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ വാട്ട് ഐ ഡിസൈഡഡ് വാസ്, ഈ ഓരോ അപ്ഡേറ്റ്സിൻ്റെയും ഒരു വർക്ക്ഷോപ്പ് വയ്ക്കാം, ഒരു ലൈവ് വർക്ക്ഷോപ്പ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സാലറീസിൻ്റെ അപ്ഡേറ്റ് നോക്കിയാൽ ഇഷ്ടം പോലെ അപ്ഡേറ്റ് സാലറീസിൽ വന്നിട്ടുണ്ട്. സോ ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ദി അപ്ഡേറ്റ്സ് ഫ്രം സാലറീസ്. കണ്ടോ, സാലറീസിൽ അപ്ഡേറ്റ്സ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇതൊക്കെ സാലറീസിൽ അപ്ഡേറ്റാണ്. സാലറീസിൽ കുറച്ചധികം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ കുറച്ചധികം എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ, ജസ്റ്റ് ഷോ ടു യു. ഇവിടെ നോക്കുക, സാലറീസ് ഇത് ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ വളരെ ഒരു 1.5 പേജിൽ അവർ പറഞ്ഞു തീർത്തു. പക്ഷേ സാലറീസിൽ ക്യാപിറ്റൽ ഗെയിൻ വരെ കയറി വരുന്നൊരു കേസ് വന്നു. പുതിയൊരു അപ്ഡേറ്റ് പറയാൻ, സാലറിയിൽ ഒരു പെർക്വിസിറ്റ് വാല്യൂ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് വരെ അറിയണം. അങ്ങനൊരു പുതിയൊരു സാധനം കൂടെ വന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എങ്ങനെ പ്രാക്ടിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക്, നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂക്ക് കൊണ്ടുവരിക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞു തരാനായിട്ട് ഇറ്റ് അറ്റ്ലീസ്റ്റ് ടേക്ക് മീ സാലറീസിന് തന്നെ പറഞ്ഞാൽ 1.5 മണിക്കൂർ എടുക്കും. അപ്പം ഞാൻ ഡിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തോട്ട് ഓഫ് കണ്ടക്ടിങ് എ വർക്ക്ഷോപ്പ്, ഒരു വർക്ക്ഷോപ്പ് ത്രൂ മൈ ആപ്ലിക്കേഷൻ, ഓർ നിങ്ങൾ സൂം വഴി അറ്റൻഡ് ചെയ്യാൻ. നിങ്ങൾ ആ വർക്ക്ഷോപ്പിലേക്ക് അറ്റൻഡ് ചെയ്യാൻ, നിങ്ങൾ വർക്ക്ഷോപ്പ് ഞാൻ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്
എന്തൊക്കെയാണ് സാലറീസ് എന്നുള്ള പോയിന്റിൽ നിന്ന് നിങ്ങൾ ഈ വരുന്ന ജൂൺ 24 എക്സാമിലേക്ക് അറിയേണ്ടതെല്ലാം. അപ്പോൾ ഞാൻ സാലറീസ് എന്നുള്ള ചാപ്റ്റർ അതിൽ പറഞ്ഞുതരും ബ്രീഫായിട്ടല്ല ഒരു ഡീസൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരും. ആൻഡ് ഈ അപ്ഡേറ്റ്സ് മുഴുവൻ പറഞ്ഞുതരും. ഇപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ 24 അറ്റംപ്റ്റിന് വരുന്ന കംപ്ലീറ്റ് സാലറിയുടെ അപ്ഡേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കും. പിന്നെ നിങ്ങളത് എവിടെ നിന്നും പോയി വായിക്കുകയും വേണ്ട, വേറൊരു വീഡിയോ കാണണ്ട, ആ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു വിഷ് ടു അറ്റൻഡ് ദാറ്റ് വർക്ക്ഷോപ്പ്, ഇറ്റ്സ് ദെയർ, ലിങ്ക് ഇസ് ദെയർ ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, യു വിൽ ബി റീഡയറക്റ്റഡ് ടു ദി ജോയിനിങ് ലിങ്ക്. ഒരു 100 രൂപ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. പേ ദാറ്റ് രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഐ ഗിവ് യു മൈ ഗ്യാരണ്ടി. ആ 100 രൂപ നിങ്ങൾ അടച്ചിട്ട് ആ സെഷൻ മുഴുവൻ അറ്റൻഡ് ചെയ്തു, ഗുണകരമായി തോന്നിയില്ലേ, സെഷൻ വേസ്റ്റ് ആയിട്ട് തോന്നിയോ, ജസ്റ്റ് ടെക്സ്റ്റ് മീ, ആ 100 ഞാൻ തിരിച്ചു തരാം. ഓക്കെ, ആ 100 ഫുള്ളി ഞാൻ തിരിച്ചു തരാം. എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഇൻ വാട്ട് ഐ എം സെല്ലിംഗ്. യെസ്, അപ്പോൾ കം ജോയിൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, അറ്റൻഡ് ദി വെബിനാർ. ഇഫ് യു ഡോണ്ട് ലൈക്ക്, ജസ്റ്റ് ലെറ്റ് മീ നോ, ഐ വിൽ റീഫണ്ട് യുവർ മണി. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, ഫൈനൽ ലോ, ഇന്റർണൽ ലോ, ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ഫോർ ഫൈനൽ, ഇതെല്ലാം കിടപ്പുണ്ട്. ഒക്കെ ഡൗൺലോഡ് ചെയ്യുക, വായിക്കുക, പഠിക്കുക. ഓക്കെ, ഇതെല്ലാം നമ്മുടെ എക്സാമിന് ആപ്ലിക്കബിൾ ആണ്. വിട്ടുപോകരുത്. ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ കുറേ ഫണ്ടമെന്റൽ കാര്യങ്ങൾ തന്നെ മാറിയേ. ആ ഫണ്ടമെന്റൽ കാര്യങ്ങൾ മാറിയിട്ട് നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്ത് നിങ്ങൾ പഴയതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ആ ഫണ്ടമെന്റൽ സാധനം തെറ്റി, ഒരു മാർക്ക് പോലും കിട്ടില്ല. കാരണം എക്സാമിനർ എന്താ നോക്കുന്നത്, ഇവനൊക്കെ ഞാൻ ഇങ്ങനെ ഒരു CMA ആക്കണത്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പോലും നോക്കേണ്ട, ആൻസർ എഴുതി വെച്ചേക്കണേ. അപ്പോൾ ഇത്ര റെസ്പോൺസിബിലിറ്റി ഉള്ളൂ ഇവനൊക്കെ. വേണ്ട, പാസ്സാവണ്ട, 12 മാർക്ക്, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഫുൾ ആൻസർ തെറ്റി, സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ്, ഒറ്റ വെട്ട ഒന്നും തരില്ല. കാരണം ഫണ്ടമെന്റലി യു ആർ റോങ്. മനസ്സിലായോ? അപ്പോൾ ആ പ്രശ്നം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. ഈ അപ്ഡേറ്റ്സ് എല്ലാം നോക്കുക, അമെൻഡഡ് മെറ്റീരിയൽസ് എല്ലാം എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുക, വായിക്കുക, പഠിക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് അറ്റ് ഓൾ യു ഹാവ് എനി ഡൗട്ട്സ് ഓർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ടാക്സിൻ്റെ ആണെങ്കിൽ ക്ലിയർ ടാക്സിലോ ടാക്സ്മാനിലൊക്കെ ഒന്ന് പോയി അടിച്ചു നോക്കി കൂടുതൽ ക്ലാരിഫിക്കേഷൻ അതിൽ നിന്ന് മേടിക്കുക. ഇനി അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും കുറച്ച് വർക്ക്ഷോപ്സ്. ആ വർക്ക്ഷോപ്സിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ഈ പറഞ്ഞ ലിങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. യു ക്യാൻ ജോയിൻ വിച്ച് എവർ വർക്ക്ഷോപ്പ് ദാറ്റ് യു വോണ്ട് ടു. അത് ജോയിൻ ചെയ്തിട്ട് ആൻഡ് യു ക്യാൻ അറ്റൻഡ് മൈ സെഷൻസ് ആസ് വെൽ, ലൈവ് സെഷൻസ്. അവിടെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് കൂടെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഡൗട്ട് ചോദിക്കാനായിട്ടുള്ളൊരു വിൻഡോ നമ്മുടെ വർക്ക്ഷോപ്പിന് 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഒരു വിൻഡോ തരും ഡൗട്ട് ചോദിക്കാനായിട്ട്. ആ ഡൗട്ട്സ് നിങ്ങൾക്ക് എല്ലാവരും ടൈപ്പ് ചെയ്ത് തരാം. ആ ഡൗട്ട്സ് എല്ലാ ഡൗട്ടും ഞാൻ എൻ്റെ ലൈവ് ക്ലാസ്സിൽ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അത് നേരത്തെ ടൈപ്പ് ചെയ്ത് തരാൻ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൽ നേരെ നിങ്ങളുടെ ഡൗട്ട് ചോദിച്ച് നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയ ഭയങ്കര ക്ലട്ടറായി പോകും, അല്ലേ, ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും, വെറുതെ സുഖമില്ലാത്ത രീതിയിലായി പോകും. അതുകൊണ്ടാണ്. ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ ലൈവ് അഡ്മിഷൻ റെസ്ട്രിക്ട് ചെയ്യുന്നത് പെർ ലൈവ് ഐ എം റെസ്ട്രിക്റ്റിംഗ് ടു 30 to 40 സ്റ്റുഡൻസ്. 40 പിള്ളേരിൽ കൂടുതൽ എങ്ങനെ ഒരു ലൈവിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ അത്രയുള്ള സംഗതി. വിത്ത് ദാറ്റ് സെഡ് ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. I'll see you in another video wherein ഇതേപോലെ തന്നെ വേറൊരു അപ്ഡേറ്റും കൂടി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്നുള്ളത്, അതും കൂടെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ട് തരാം. യെസ്, സോ ഡു വാച്ച് ദാറ്റ് ആസ് വെൽ. So, tata, take care and goodbye. This is Nishant Raghunath signing off from Kaidu.